ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1000 കോടി നേടാൻ പോസിബിൾ ആയിട്ടുള്ള 10 മൂവീസിന്റെ ലിസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 10th പ്ലേസിലുള്ളത് നമ്മുടെ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യന്റെ രണ്ടാം വരവ്. അത് തന്നെ നമ്മുടെ തലവരുടെ ജയിലർ 2. ഞാൻ ജയിലർ 2 ഒക്കെ 10ാമതെന്ന് ചോദിച്ചാൽ ഈ ലിസ്റ്റിലുള്ള മറ്റ് സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജയിലർ 2ന് 10ാം സ്ഥാനത്ത് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ജയിലർ 2ന്റെ വരവ് അതൊരു 1.5 വരവ് തന്നെ ആയിരിക്കും. തലപതിയിലെ ജനനായകൻ എന്തായാലും ഈ അടുത്തൊന്നും റിലീസ് ചെയ്യാനേ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ തമിഴ് ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് 1000 കോടി ജയിലർ 2 തൂക്കിയിരിക്കും. കാരണം ജയിലറിന്റെ ഫസ്റ്റ് പാർട്ടിൽ സ്റ്റോറി വൈസ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തലൈവർക്ക് ഫൈറ്റ് സീൻസ് പോലും ഇല്ലാഞ്ഞിട്ട് പോലും അനിരുദ്ധിന്റെ ബീജിയം കൊണ്ടും തലൈവരുടെ സ്ക്രീൻ പ്രസൻസും വിനായകന്റെ വില്ലനസും കൊണ്ടും നമ്മുടെ ലാലട്ടന്റെയും ശിവരാജ്കുമാറിന്റെയും ക്യാമിയോയും കൂടെ ആയപ്പോൾ സിനിമ 600+ CR തൂക്കിയിരുന്നു. സിനിമ റിലീസായി കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള ഹൈപ്പ് അങ്ങ് പീക്ക് ലെവലാണിപ്പോ. പോരാത്തതിന് നോർത്തിൽ ഇപ്പോൾ നമ്മുടെ SRKയും പിന്നെ നമ്മുടെ ബാലയും വിജയ് സേതുപതിയും സിനിമയിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ വാക്ക് എഴുതി വെച്ചോ. തമിഴ് ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് 1000 CR ജയിലർ 2 തൂക്കിയിരിക്കും. അത് കൺഫേം ആയിട്ടും. 9th പ്ലേസിലുള്ളത് നമ്മുടെ യാഷിന്റെ ടോക്സിക്. ഇപ്പൊ KGF 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോക്സിക്കിന് അത്ര വലിയ ഹൈപ്പ് ഒന്നും ഇല്ല. ഇപ്പൊ ഇന്നലെ ടീച്ചറിൽ എന്തൊക്കെയോ ഉണ്ട് എന്നാൽ എന്തൊക്കെയോ ഇല്ല. അങ്ങനെയാണ് ടീച്ചർ പോയിക്കൊണ്ടിരുന്നത്. ടോക്സിക്കിന്റെ ഫസ്റ്റ് ക്യാരക്ടർ ഗെയിംസ് വന്നപ്പോൾ തൊട്ട് നല്ല രീതിക്ക് സിനിമയ്ക്ക് ഊക്ക് കിട്ടിയായിരുന്നു. പക്ഷേ 4-5 വർഷമായി KGF 2 ഇറങ്ങിയിട്ട് എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ട് 4-5 വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ട തന്നെ ടോക്സിക്ക് കാണാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ടീച്ചറിൽ തന്നെ പലയിടത്ത് നമുക്ക് റോക്കി ബൈയെ കാണാൻ പറ്റും. ഒരു വെടിച്ചിൽ ടീച്ചർ ആയിരുന്നു, പക്ഷെ എന്തൊക്കെയോ കുറവുകളും ഉണ്ട്. പിന്നെ ദുരന്തർ 2 കൊണ്ട് ക്ലാഷും വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടിയ 1000 കോടി തൂക്കിയിരിക്കും. 8 കൽക്കി പാർട്ട് 2. റബൽ സ്റ്റാർ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ സ്ക്രീൻ ടൈം കുറവായിരുന്നെങ്കിലും പുള്ളി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റും പിന്നെ അർജുനായിട്ട് വന്ന നമ്മുടെ വിജയ് ദേവരകൊണ്ടയുടെ ക്യാമിയോയും പിന്നെ ഡയലോഗ് ഡെലിവറിയും കൊണ്ട് സിനിമ അടിപൊളിയായിരുന്നു. 2898 കലിയുഗത്തിന്റെ എക്സ്ട്രീം ലെവൽ എത്തുമ്പോൾ കൽക്കി അവതരിക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റിയാണ് കഥയുടെ പ്ലോട്ട് പോകുന്നത്. ഹിന്ദു മിത്തോളജി അറിയാവുന്നവർക്കറിയാം കൽക്കി ആരാണെന്നും എന്താണെന്നൊക്കെ. ഇനിയിപ്പോൾ ഇതിന് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ സെക്കൻഡ് പാർട്ട് കമൽഹാസന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ കാണാൻ പറ്റും. ആ കൽക്കിയുടെ ഒരു തുള്ളി മാത്രം അബ്സോർബ് ചെയ്തിട്ട് പുള്ളിയുടെ ശരീരത്തിൽ കുത്തി വെച്ചപ്പോൾ പുള്ളിയുടെ പവർ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. അപ്പൊ പിന്നെ കൽക്കിയുടെ പവർ ആലോചിച്ച് നോക്കി. ഫസ്റ്റ് പാർട്ട് കൊണ്ട് നിർത്തിയത് പോലും നല്ല ക്യൂരിയോസിറ്റി കൊണ്ട് നിലനിർത്തിയിട്ടാണ്. ഇനി ബാക്കി എന്തായിരിക്കും നടക്കുന്നത്, കൽക്കി അവതരിച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടി കാണിച്ചതുപോലെ മഹാഭാരതത്തിന്റെ പോർഷൻസ് ഇനിയും കാണിക്കുമായിരിക്കുമോ? പിന്നെ നമ്മുടെ പ്രഭാസ്, കമലഹാസൻ, അമിതാഭ് ബച്ചൻ, പിന്നെ നമ്മുടെ വിജയ് ദേവരകൊണ്ട ഒരാളെ വിട്ടുപോയായിരുന്നു നമ്മുടെ ദുൽഖർ സൽമാൻ. ഫസ്റ്റ് പാർട്ടിലെ പോലെ ആ ഫ്ലോയിലാണ് സിനിമ പോകുന്നതെങ്കിൽ സിനിമ 1000 CR മേളിൽ കളക്ട് ചെയ്തിരിക്കും. 7 ആനിമൽ പാർക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമ ഇതിനകത്ത് പറയണമെന്നേ ഇല്ല. പിന്നെ പറയുന്നത് ഈ സിനിമയും 1000 കോടി അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുഷ്പയ്ക്ക് ലോട്ടറി അടിച്ചതുപോലെ ഈ സിനിമയ്ക്ക് ലോട്ടറി അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം ഇതിനകത്ത് ഉൾപ്പെടുത്തിയേ ഉള്ളൂ. 6 രാമായണ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇത് ആദിപുരുഷ് പോലെ ആയിരിക്കത്തേ ഇല്ല. സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീസർ കണ്ടാൽ തന്നെ മനസ്സിലാവും സിനിമയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. ഈ സിനിമ 2 പാർട്ടായിട്ടാണ് പുറത്തു വരാൻ പോകുന്നത്. ഏകദേശം 4000 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റായി പറയുന്നത്. രാമനായിട്ട് വരുന്നത് നമ്മുടെ രൺവീർ കപൂറും, സീതയായിട്ട് വരുന്നത് നമ്മുടെ സായി പല്ലവിയും, പിന്നെ രാവണനായിട്ട് വരുന്നത് നമ്മുടെ റോക്കി സ്റ്റാർ യാഷും. ഇതൊക്കെ നിങ്ങൾക്കും അറിയാം, എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. യാഷ് രാവണനായിട്ടുള്ള ആ വില്ലനിസം കാണാൻ തന്നെ ഒരു കൂട്ടം ആൾക്കാരുമാണ്. രാമായണത്തെ പറ്റി അറിയാവുന്നവർക്കറിയാം രാമായണത്തിന്റെ അവസാനമൊക്കെ ആകുമ്പോൾ എത്രത്തോളം എൻഗേജിംഗ് ആണെന്ന്. ഇപ്പൊ രാമനും രാവണനുമായിട്ടുള്ള ഫൈറ്റ് ആയിക്കോട്ടെ, ഹനുമാനും കുംഭകർണനുള്ള ഫൈറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ കിടിലമായിരിക്കും. ഇതൊക്കെ രാമായണത്തിന്റെ അവസാനം ആയതുകൊണ്ട് സെക്കൻഡ് പാർട്ടിലായിരിക്കും ഇത് വരാൻ പോകുന്നത്. ഇപ്പോഴും ഒരു കാര്യം പറയാം, സിനിമ ആദിപുരുഷ് പോലെ ആയിരിക്കത്തേ ഇല്ല. സിനിമയുടെ ബഡ്ജറ്റ് 4000 കോടിയാണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സിനിമ ഒരുപാട് ലാംഗ്വേജിൽ റിലീസിന് എത്തിക്കുന്നുണ്ട്. ഇത് രാമായണം പോലെ അതേ ലെവലിൽ എടുത്തു വെച്ചാൽ നമ്മുടെ പ്രഭാസിന്റെ അല്ലെങ്കിൽ രാജമൗലിയുടെ ബാഹുബലിക്ക് മേളിൽ നിൽക്കും ഈ സിനിമ. ഇനി ചിലവന്മാരൊക്കെ വേണേൽ കമന്റ് ചെയ്യാൻ പറ്റും, നീ ബാഹുബലി കണ്ടിട്ടുണ്ടോടാന്ന്. ബ്രോ, നിങ്ങളുടെ ആ ചിന്തയൊക്കെ മാറാൻ പോവാണ്. ഒന്നെങ്കിൽ ഈ രാമായണം വരുന്നതോടെ ആ ചിന്ത മാറി കിട്ടും, അല്ലെങ്കിൽ രാജമൗലി തന്നെ മഹാഭാരത സിനിമ ആക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മഹാഭാരതത്തിനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണ്. അത് വരുന്നതോടുകൂടി ഇങ്ങനെയുള്ളമാരെ കഴപ്പങ്ങ് മാറി കിട്ടും. ശരിയാണ്, ബാഹുബലിയാണ് നമ്മുടെ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിച്ചത്. മഹാഭാരതം സിനിമയായിട്ട് വന്ന മഹാഭാരതം അറിയാവുന്നവർക്കറിയാം ബാഹുബലി പോലും ഇതിൻ്റെ അകത്തുനിന്ന് ഇൻസ്പയർ ആയിട്ടുണ്ടെന്ന്. മഹാഭാരതം പോലൊരു സിനിമ അത്രയും ക്വാളിറ്റിയിൽ എടുത്തൊരു സിനിമ വന്ന ആരൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും അതിന്റെ ഒപ്പം എത്താനേ പറ്റത്തില്ല. നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാമായണം ആദിപുരുഷനെ പോലെ എടുക്കാതെ നല്ല രീതിക്ക് എടുത്താൽ സിനിമ എത്രത്തോളം കളക്ട് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് കളക്ഷൻ സിനിമ നേടിയിരിക്കും ഉറപ്പായിട്ട്. ഈ വീഡിയോ ഒരു 4 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ഇട്ട് അധികം വ്യൂസ് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. മാക്സിമം പോയാൽ 10K. അതുകൊണ്ട് ഞാനിത് 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകൾ എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് 1000 കോടി അടിക്കും തോന്നുന്ന സിനിമകൾ ഏതൊക്കെയാണ് താഴെ നിന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞത് ആർക്കെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.